നമ്മുടെ ബേസിക്സ് എല്ലാം ക്ലിയർ ആയി. സ്റ്റെപ്പ് 2 നമ്മൾ UPSC ചോദിക്കുന്ന UPSC ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കി. സ്റ്റെപ്പ് 3 നമ്മൾ ഹയർ ഓർഡർ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത്. വാട്ട് ഈസ് ഹയർ ഓർഡർ ഇൻ്റഗ്രേഷൻ? നമ്മൾ 2026 ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ മാധവ നാഷണൽ പാർക്കിനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ലൊക്കേഷനോ അതിൻ്റെ എൻഡമിസോ ഒന്നുമല്ല, എപ്പം വന്നു എന്നൊന്നുമല്ല ചോദിച്ചിട്ടുള്ളത്. മധ്യപ്രദേശിലുള്ള ഈ മാധവ നാഷണൽ പാർക്ക് നെയ്ബറിങ് സ്റ്റേറ്റ് ആയിട്ടുള്ള രാജസ്ഥാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ടോ? ഈ പാർക്കിനുള്ളിലൊരു വാട്ടർ ബോഡി ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണോ സ്ഥിതി ചെയ്യുന്നത്? ഇതെല്ലാം ഹയർ ഓർഡർ ഇൻഫർമേഷനാണ്. നമ്മൾ ആദ്യമേ വായിക്കുമ്പോൾ ഇതൊന്നും പഠിക്കുന്നതല്ല. സോ ഇങ്ങനെയുള്ള ഹയർ ഓർഡർ ഇൻ്റഗ്രേഷൻ, അതായത് പല സബ്ജക്റ്റിൽ നിന്നും ആ ഒരു ചോദ്യം നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ ജോഗ്രഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. മാധവ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ് എന്നുള്ള അറിവ് വേണം. അതിൻ്റെ കൂടെ തന്നെ എക്സാക്ട് സ്പോട്ട് നമ്മൾ അറിയണം. ബോർഡറിലാണോ, ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള ജോഗ്രഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇങ്ങനെ പല സബ്ജക്റ്റിൽ നിന്നുള്ള ഈ ഇൻഫർമേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹയർ ഓർഡർ ഇൻ്റഗ്രേഷൻ. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ ഒരു UPSC റെഡി ഫോർ എൻവയോൺമെൻറ്റ് എന്നുള്ള സ്റ്റേജിലേക്ക് എത്തുള്ളൂ.